സ്വാൾബാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ 2500-3000 ഇടയ്ക്ക് ആൾക്കാരാണ് ഉള്ളത്. പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾ വരും. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബ്രൂവറി, അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്നൊക്കെ നമുക്ക് തോന്നി. ഒരു വൈൻ ബ്രൂവറിയിൽ പോകുമ്പോൾ നമുക്ക് ആകെയുള്ള അതിലുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് 7ഓളം ഡിഫറെന്റ് ടേസ്റ്റുകൾ ബിയർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവും, തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ബിയർ അടിക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും സന്തോഷം. അങ്ങനെ ആ അപ്പൂപ്പന്റെ ഒരു കഥ അപ്പൊ പറഞ്ഞു വന്നിട്ട് രസികനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടോ, അദ്ദേഹം എന്നാണ് മരിച്ചതെന്ന് അറിയാൻ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. 2015 സിറിയയുടെ നാഷണൽ സീഡ് വാൾട്ട് തകർക്കപ്പെട്ടു. അവിടെ സിറിയ അറിയാലോ, സിറിയയിൽ ഇപ്പോൾ ഒരുപാട് യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കണം. അവരുടെ സീഡ് വാൾട്ടുകൾ തകർക്കപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ധാന്യങ്ങളുടെ സാമ്പിൾ സീഡ്സ് ഇത് തുറന്നിട്ട് എടുക്കേണ്ടി വന്നു. ലോകത്ത് പല സ്ഥലങ്ങളിൽ അതുപോലെയുള്ള ഗ്ലോബൽ സീഡ് വാൾട്ടുകളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട സീഡ് വാൾട്ട് ഈ സ്വാൾബാർഡിലുള്ള സീഡ് വാൾട്ടാണ്. അങ്ങനെ ഫ്യൂഡിലൂടെയുള്ള ക്രൂയിസിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തി കരയിൽ. ഉച്ചയോട് കൂടിയിട്ട് തിരിച്ചെത്തി. അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചിന് ശേഷം പിന്നെ വിസിറ്റ് ചെയ്യാനുള്ളത് ഒരു ബ്രൂവറിയിലാണ്, ഒരു ബിയർ ബ്രൂവറിയിലാണ് പോകാനുള്ളത്. അപ്പോൾ ആ ബ്രൂവറിയുടെ പ്രത്യേകത എന്ന് വെച്ച് വന്നത് സ്വാൾബാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആകെ 2500-3000 ഇടയ്ക്ക് ആൾക്കാരാണ് ഉള്ളത്. പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾ വരും. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ബ്രൂവറി, അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്നൊക്കെ നമുക്ക് തോന്നി. അപ്പം ഒരു വൈൻ ബ്രൂവറിയിൽ പോകുമ്പോൾ നമുക്ക് ആകെയുള്ള അതിലുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് 7ഓളം ഡിഫറെന്റ് ടേസ്റ്റുകൾ ഉണ്ട് അവർക്ക്. 7 കൂടുതലുണ്ട്. പക്ഷെ 7ഓളം ബിയർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ചെറിയ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവും, തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ബിയർ അടിക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും സന്തോഷം. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് പുറത്ത് നിന്നിട്ട് ബെന്നി കുറേ വാതിലൊക്കെ തട്ടി, ആരും തുറക്കുന്നില്ല, അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അന്ന് അത് അവിടെ അവധി ദിവസമാണ്, സ്റ്റാഫൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ വാതിലൊക്കെ കുറച്ച് നേരം തട്ടി തുറക്കുന്നില്ല. അങ്ങനെ നോർവേയിലുള്ള ഞങ്ങളുടെ ട്രാവൽ ഗൈഡ്, അവരാണ് ഈ മൊത്തം യാത്രയുടെ അവിടുത്തെ ബെന്നിയുടെ പാർട്ട്ണർ. അപ്പോൾ ആ ലേഡിയെ വിളിച്ചു, അവർ പിന്നെ ഇയാളെ വിളിച്ചു, ഇതിനകത്തുള്ള ആളെ വിളിച്ചു. പിന്നെ അദ്ദേഹം വന്നിട്ട് വാതിൽ തുറന്നു. അദ്ദേഹം അകത്തെന്തോ ജോലിയിലായിരുന്നു, അതാണ് സൗണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു. വന്ന് അകത്തേക്ക് കയറ്റി കൊണ്ടുപോയി ആ ബ്രൂവറിയുടെ ഉള്ളിൽ. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന സമയത്ത് ഈ ബ്രൂവറിയുടെ പുറത്ത്, ബ്രൂവറി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗോഡൗൺ പോലെ ഒരു ബിൽഡിംഗ് ആണ് പുറത്തുനിന്ന്. അതിൻ്റെ പുറത്ത് മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് സാധാരണഗതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാത്ത സാധനങ്ങളാണ്. എനിക്ക് പക്ഷേ അത്തരം സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും അവിടെ ഫോട്ടോസ് എടുത്തു. അപ്പം നിന്ന നേരം ഞങ്ങൾക്ക് ബോറടിച്ചില്ല. അവിടെ പുറത്ത് ഈ ബിയറിൻ്റെ ബാരൽസ്, വുഡൻ ബാരൽസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. അപ്പം വുഡൻ ബാരൽസ്, അപ്പോൾ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഈ ബ്രൂവറിയിൽ ഉണ്ടായിരുന്ന പഴയ എക്യുപ്മെന്റ്സ് ഒക്കെ അവർ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ചില ജാറുകൾ, ചില നീളത്തിലുള്ള റൗണ്ട് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നീളത്തിലുള്ള ഇരുമ്പിൻ്റെ ടാങ്കുകൾ അതൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിന്നിട്ടൊക്കെ ഞങ്ങൾ ഫോട്ടോസ് എടുത്തു. പുറകിൽ കുറേ കണ്ടെയ്നേഴ്സ്, അത് ഈ ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. കുറേ കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള കണ്ടെയ്നേഴ്സ്, ഫോർഗ്രൗണ്ടിൽ ഈ റസ്റ്റിക് ആയിട്ടുള്ള ചില ടാങ്കുകളും ഒക്കെ, അതിനൊരു വേറൊരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും വാതിൽ തുറന്നു, ഞങ്ങൾ അകത്ത് കയറി. അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ ജാക്കറ്റുകളൊക്കെ ഊരി വയ്ക്കാനുള്ള ഒരു ഹാങ്ങേഴ്സ് ഉണ്ട്. എല്ലാവരും ഹെവി ജാക്കറ്റ്സ് ഇട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിനകത്ത് വാമായതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല സ്ഥലം മെനക്കെടുത്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാക്കറ്റ്സ് എല്ലാം അവിടെ എല്ലാവരും ഊരി വെച്ച് മുകളിലേക്ക് കയറുമ്പോൾ ഒരു സുന്ദരനായിട്ടുള്ള യുവാവ്, ഒരു 26-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു യുവാവ്. അദ്ദേഹം ഭയങ്കര സ്റ്റോറി ടെല്ലറാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുമില്ലാത്തൊരു വിഷയത്തെ വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന വിധത്തിൽ നല്ല ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കഥ പറയുന്ന പോലെയാണ് പറഞ്ഞു തുടങ്ങിയത്. ആ ബ്രൂവറി അയാളുടെ മുത്തശ്ശൻ ആരംഭിച്ചതാണ്. മുത്തശ്ശൻ ആരംഭിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അധികം കാലമായിട്ടില്ല. കാരണം ഇവിടെ ഒരു ബ്രൂവറിക്ക്
പെർമിഷൻ കിട്ടാൻ സാധ്യത കുറവായിരുന്നു. കാരണം അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്രൂവറിയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇത് ഗോതമ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്ത് ഗ്രെയിനിൽ നിന്ന് ഉണ്ടാക്കിയാലും അതിൻ്റെ വേസ്റ്റേജ് വരും. അത് ഇവിടെ സ്വാൾവാഡിൽ ഇത് കുഴിച്ചിട്ട ഇത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല. അപ്പോൾ ഈ വേസ്റ്റായിട്ട് തന്നെ അനന്തകാലം അവിടെ കിടക്കും. അതായിരുന്നു ആദ്യത്തെ ഒരു വെല്ലുവിളി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിന് ഇവരൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് പർപ്പസിനും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ആ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു സിസ്റ്റം ഇവരുണ്ടാക്കി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വേസ്റ്റ് കൊണ്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഹീറ്ററും ലൈറ്റ്സും എല്ലാം വർക്ക് ചെയ്യുന്നത് ഇവരുടെ ഈ ബിയർ ഉണ്ടാക്കുന്ന ഗ്രെയിനിൻ്റെ വേസ്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ വന്ന ആളുകളുടെ എല്ലാവരുടെയും മുഖത്തൊരു കൗതുകം ഉണ്ടായി. കാരണം അവരവരുടെ വേസ്റ്റ് കൊണ്ട് തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനു വേണ്ടിയിട്ട് ഈ ഡെൻമാർക്ക് ഗവൺമെൻറ്റും നോർവീജിയൻ ഗവൺമെൻറ്റും ഒക്കെ ഏറ്റവും ദീർഘകാലത്തെ കത്തിടപാടുകളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അപ്പൂപ്പന് വേണ്ടി വന്നിരുന്നു. അദ്ദേഹം ഒരു പൈലറ്റായിരുന്നു. അവർ ആക്ച്വലി ഇവിടുത്തുകാരല്ല, നോർവേക്കാരോ മറ്റോ ആണ്. പൈലറ്റായിരുന്ന സമയത്ത് ഇവിടേക്കുള്ള ഫ്ലൈറ്റ് പറപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹമായിരുന്നു. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു കമ്പനി അദ്ദേഹത്തെ പെർമനൻ്റ് ആയിട്ട് വലിയ ശമ്പളത്തിന് വിളിച്ചു. അങ്ങനെ പുള്ളി നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വന്നു. പക്ഷെ പുള്ളി ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പുള്ളി ഒരു വാശിയോട് കൂടിയിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് ഒരു ചെറിയ വിമാനം വാടകയ്ക്ക് എടുത്തിട്ട് ഈ ടൂറിസ്റ്റുകളെ പറപ്പിക്കുന്ന പണിയൊക്കെ ആയിട്ട് അവിടെ നിന്നു. അങ്ങനെ ആ അപ്പൂപ്പൻ്റെ ഒരു കഥ അപ്പോൾ പറഞ്ഞു വന്നിട്ട് രസീകരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് ഇപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടോ, അദ്ദേഹം എന്നാണ് മരിച്ചതെന്ന് അറിയാൻ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്തിട്ട് ചുമതലകൾ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പക്ഷെ എന്നാലും സൂപ്പർവൈസ് ചെയ്യും. അദ്ദേഹത്തിന് ലോകത്ത് ഒരാളെയും വിശ്വാസമല്ല അദ്ദേഹം ചെയ്യുന്ന പോലെ ചെയ്യുമോ എന്നുള്ളത്. പക്ഷെ എന്നെ ഇപ്പോൾ ഇത്തിരി വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ പറഞ്ഞ്. അപ്പോൾ ഇപ്പം അവർ 4 രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് ബിയർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ബിയർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ അതാത് രാജ്യങ്ങളിൽ ബോട്ട്ലിംഗ് യൂണിറ്റും ഇത് ഇവരുടെ ഫോമിൽ ഉപയോഗിച്ചിട്ട് അവിടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പുള്ളി ഹാപ്പി അല്ല. കാരണം ഡെൻമാർക്കിൽ ഒരു ഫാക്ടറി ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവിടെ നിന്ന് സാധനങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം ഈ ചെറുപ്പക്കാരന് അവിടെ ഉണ്ടാക്കുന്ന ബിയറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല, ഇവിടെയുള്ള അതേ ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ഇത് ബ്രൂവ് ചെയ്യുന്ന അതേ ആൾ തന്നെയാണ് അവിടെ വിട്ട് ചെയ്യിച്ചത്. അതേ ഗ്രെയിൻസാണ്, അതേ സ്ഥലത്ത് നിന്നുള്ള ഗ്രെയിൻസാണ്, എല്ലാമാണ്. പക്ഷെ ടേസ്റ്റ് ഇതിനോട് അടുത്ത് വരുന്നില്ല. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയാണ് ടേസ്റ്റ്. ഇവരിവിടെ ഉപയോഗിക്കുന്നത് ഗ്ലേഷ്യേഴ്സ് എന്നുള്ള ഏറ്റവും നിർമ്മലമായ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും നല്ല വാട്ടറാണ് ഇവരുടെ ബിയറിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇവിടുന്ന് ഈ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അതിനുള്ള നിയമ ചർച്ചകളിലൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ട് അതിനിടയിൽ അദ്ദേഹം ഈ ഓരോ ഗ്ലാസ്സിലും 7 ഗ്ലാസ്സുകൾ നമ്മുടെ മുമ്പിൽ നിർത്തി വെച്ചിട്ട് ആ ഗ്ലാസ്സുകളിൽ ബിയർ ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബിയർ ഒഴിച്ചു തരും, അതിനെക്കുറിച്ച് പറയും. അങ്ങനെ രസകരമായൊരു സെഷൻ. ആ സെഷൻ ബിയറിനേക്കാൾ കൂടുതൽ അയാളുടെ കഥ പറയുന്ന സ്കില്ലാണ് എന്നെ ആകർഷിച്ചത്. അയാൾ യാതൊരു താല്പര്യവും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് 1.5-2 മണിക്കൂർ മനോഹരമായിട്ട് ലെക്ചർ ചെയ്തു. ഒരാളും ഉറങ്ങിയില്ല, ഒരാൾ എഴുന്നേറ്റ് പോയില്ല, എല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ചില ആളുകളെ നമ്മൾ കണ്ടുമുട്ടും. അവർ നമുക്ക് ഇൻസ്പിറേഷനാവും. എന്നെ അയാൾ ഇൻസ്പയർ ചെയ്തത് ഞാനും അതിൻ്റെ ഒരു വേറെ വേർഷനാണല്ലോ ചെയ്യണം. പ്രോബബ്ലി നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയില്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 മിനിറ്റിൽ ഇത് നിർത്തിപ്പോകുമല്ലോ. അപ്പം
എനിക്ക് അയാളിൽ നിന്ന് കുറേ ടെക്നിക്കുകൾ പിടികിട്ടി, എങ്ങനെ നിങ്ങളെ പിടിച്ചിരുത്താം എന്നുള്ളത്. അങ്ങനെ ആ ബിയർ ബ്രൂവറി അതിൻ്റെ പുറത്തുള്ള ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. അടുത്ത സ്ഥലം നോർത്തേൺ മോസ്റ്റ് എൻഡിൽ ചർച്ച്. അപ്പോൾ എനിക്കതിൽ ഇത്തിരി സന്തോഷം തോന്നി. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത് ചെന്നിട്ടാണല്ലോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പ്രാർത്ഥന കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോർത്തേൺ മോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ മറ്റു സ്ഥലങ്ങളിലുള്ള ഒരു പള്ളിയുടെ രൂപമൊന്നുമില്ല. ഇതുപോലെ ഈ കണ്ടെയ്നർ വെച്ചിട്ടുണ്ടാക്കിയ പോലത്തെ ഒരു ബിൽഡിങ്ങാണ്. അതൊരു ലൂതറൻ ചർച്ചാണ്. എന്താണ് ലൂതറൻ ചർച്ച് എന്ന് ചോദിച്ചാൽ എനിക്ക് ലൂതറൻ ചർച്ചിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഈ ബിലീവേഴ്സ് ചർച്ച്, ലൂതറൻ ചർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഭാഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു ഈ റിലീജിയസ് വിഷയങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടാവാം ഞാൻ അവിടെ മുകളിൽ ചെന്ന് കയറിയപ്പോൾ ഞെട്ടിപ്പോയി. അവിടുത്തെ പ്രീസ്റ്റ് ഒരു ലേഡിയാണ്, ഒരു ലേഡി പ്രീസ്റ്റാണ്. പിന്നെ ആ ചേർച്ചിൻ്റെ പ്രത്യേകത, ഇവിടെയുള്ള 2500 പേരിൽ ഒരു 1000 വിഭാഗങ്ങൾ ക്രിസ്ത്യാനികളുണ്ടാവും. ക്രിസ്ത്യൻ മത ഈ റിലിജിയനിലുള്ള ഒരുപാട് ഉൾപ്പിരിവുകളുണ്ടല്ലോ. ഈ ഓർത്തഡോക്സ്, ജാക്കബൈറ്റ്സ്, കാത്തലിക്സ്, പിന്നെ പ്രൊട്ടസ്റ്റൻസ്. ഈ പ്രൊട്ടസ്റ്റൻസിൽ തന്നെ ഉള്ളതാണെന്ന് തോന്നുന്നു ഈ ലൂതറൻ വിഭാഗം, അതൊക്കെ. അപ്പോൾ എവാഞ്ചലിക്കൽ ഗ്രൂപ്പ് എന്നൊക്കെ കൊണ്ട് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അത്തരം എല്ലാവർക്കും ഓരോ പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. കാരണം ചിലതിൽ 5 പേരെ ഉണ്ടാവുള്ളൂ, ചിലതിൽ 10 പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ എല്ലാ വിഭാഗത്തിനും ഈ ചേർച്ച് ഉപയോഗിക്കാം, അവരുടെ സർവീസുകൾ നടത്താൻ ഈ ചേർച്ച് ഉപയോഗിക്കാം. ഈ ചേർച്ചിന് ഈ ലൂതറൻ വിഭാഗത്തിലുള്ള ഒരു പ്രീസ്റ്റ് ഉണ്ട്, അതൊരു ലേഡിയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരെ പരിചയപ്പെട്ട് ഇപ്പൊ അവര് പറഞ്ഞു, ഓ നിങ്ങളുടെ ഗൈഡ് ഇന്ന ആളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഗൈഡിനെ അവർക്കറിയാം. കാരണം അത് ആകെ അത്ര ആൾക്കാരേ ഉള്ളൂ അവിടെ. എന്നിട്ട് ഹി വാസ് എ പ്ലംബർ ഫസ്റ്റ്. ഇവിടെയൊക്കെ പ്ലംബിങ്ങിനൊക്കെ പുള്ളിയാണ് ഞങ്ങൾ വിളിക്കാറ്. ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് കാലമായി എന്നൊക്കെ. ഇപ്പോൾ ഹീസ് എ ബിഗ് ഗൈഡ് ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആ ചേർച്ചിൻ്റെ അകം എന്ന് പറയുന്ന ഒരു ചെറിയ ഹാള്, അതിൻ്റെ പുറത്ത് സർവീസ് അല്ലെങ്കിൽ മാസ് കഴിഞ്ഞാൽ ഈ വന്ന ആളുകൾക്ക് വിശ്രമിക്കാനും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്, സെറ്റിയൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാം, അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി കുടിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഇടണമെങ്കിൽ ഇടാം, ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാപ്പിപ്പൊടിയും തേയിലയും ഷുഗറും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തണുപ്പുള്ള സ്ഥലമാണ് അവിടെ. ഈ ചൂടുള്ള വെള്ളം കുടിക്കലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ, അതായിരിക്കും അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ചെറിയ ഒരു ക്രോസ്, ചെറിയ കൊന്ത പോലത്തെ സാധനങ്ങൾ, ചില പിക്ചേഴ്സ് ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വിൽക്കുന്നതും ഈ പ്രീസ്റ്റ് തന്നെയാണ്, ഈ ലേഡി പ്രീസ്റ്റ് തന്നെയാണ്. അപ്പം അവർ പറഞ്ഞു ഇത് ഈ പള്ളിയുടെ നടത്തിപ്പിനും അവരുടെ ശമ്പളത്തിനുമുള്ള തുക ഇവിടെ വരുന്ന ആളുകൾ ഇത് മേടിച്ചിട്ടും ആ ചായപാത്രത്തിലിടുന്ന പൈസയിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ എനിക്ക് അത്ര ആവശ്യമൊന്നും ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചവിടെ. കാരണം നമ്മുടെ ഒപ്പം വന്ന ആൾക്കാർ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല അവിടെ. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ പൈസ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ചായപാത്രത്തിലൊക്കെ തിരക്കില്ലാത്തൊരു പൈസ കിട്ടും. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ഒരു സ്മൈലോട് കൂടിയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് അതുകൊണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് കിട്ടി. താങ്ക് യു എന്ന് പറഞ്ഞു. അതൊരു കൗതുകമുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു സ്പൈറൽ ലാഡർ കയറിയിട്ടൊക്കെയാണ് മുകളിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പോഴേക്കും ഗൈഡ് താഴെ വന്നിട്ട് വിളിച്ചു, സമയം ലേറ്റായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഒരു വിശ്വാസം പണ്ട് അമ്മ പറഞ്ഞിട്ട് തലേ കയറിയിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടൊരു പള്ളിയിൽ പോവുകയാണെങ്കിൽ 3 കാര്യങ്ങൾ അപേക്ഷിച്ചാൽ സാധിക്കും എന്നൊരു വിശ്വാസം. അപ്പോൾ ഞാൻ ഏത് പള്ളിയിൽ പോയാലും, ഏത് അമ്പലത്തിൽ, ഏത് ആരാധനാലയത്തിൽ പോയാലും, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ എവിടെ പോയാലും 3 കാര്യങ്ങൾ ആവശ്യപ്പെടും. അതൊരു അവകാശമാണെന്നാണ് ചെറുപ്പം മുതലേ ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങൾ അവിടെയും പ്രാർത്ഥിച്ചു. അതിലൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചു.
അതിപ്പോൾ ഏത് പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് കൺഫ്യൂഷനായി. കാരണം ഈ പോയ എല്ലാ സ്ഥലത്തും പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും അത് നടന്നു. അതൊരു വളരെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് പറയണില്ല. പക്ഷെ അങ്ങനെ പ്രാർത്ഥന നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്വാൽബാഡിലൂടെയുള്ള യാത്ര ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഒക്കെ വളരെ കുറവാണ്. എല്ലാം ഒരു സിംഗിൾ ഫ്ലോറുള്ള ബിൽഡിങ്സ് ആണ്. എല്ലാത്തിൻ്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ പില്ലേഴ്സ് കാണാം. അത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു അല്പം പൊക്കിയിട്ടാണ് ഈ ബിൽഡിങ്ങിന്റെ അടിത്തറ എന്ന് നമുക്ക് തോന്നും. അത് ശരിയായിരിക്കും. കാരണം ഈ സ്നോ വരുമ്പോൾ ഇതിന്റെ അടിയിലൊക്കെ സ്നോ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ചെറിയ പില്ലേഴ്സിൽ തന്നെ ആയിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അധിക സ്ഥലം ബാരനായി കിടക്കുന്ന ഒരു പുല്ല് പോലും മുളച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. വളരെ റയറാണ്. വെള്ളവും ഈ ബ്രൗൺ കളറിലുള്ള മണ്ണും മാത്രമാണ്. അതൊരു ഡെസേർട്ടാണ്, പോളാർ ഡെസേർട്ടാണല്ലോ അത്. അപ്പൊ അതിലൂടെ പോയി ഞങ്ങളൊരു ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ നിർത്തി. അത് സ്വാൽബാഡിലുള്ള ഒരേ ഒരു ഷോപ്പിംഗ് മാളാണ്. അപ്പം അതിൻ്റെ മുമ്പിൽ നിർത്തി പെട്ടെന്ന് എന്തെങ്കിലും മേടിക്കാണ്ടെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി. ഷോപ്പിംഗ് മാളിൽ നിന്ന് കേട്ടപ്പോൾ സ്ത്രീകളൊക്കെ ഇറങ്ങി അതിനകത്തേക്ക് ഓടി. ഞാൻ പുറത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അത്യാവശ്യം വലുപ്പമുണ്ട്. അകത്ത് കയറി ഞാനൊരു പോളാർ ബെയറിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു മേടിച്ചു. അത് നല്ല ഹെവിയാണ്. ഒരു സ്റ്റോണിലുള്ള ഒരു ശില്പമാണ്. അത് മേടിച്ചു. പിന്നെ ഒരു ഷോപ്പിംഗ് മാളിൽ പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാ ഷോപ്പിംഗ് മാളുകളും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. അതുപോലെ ഒരു ഷോപ്പിംഗ് മാൾ. അവിടുന്ന് തിരിച്ച് ബസ്സിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നീട് ഞങ്ങൾ പോയത് ഒരു 1971 പ്രവർത്തനം ആരംഭിക്കുകയും 1996 പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു കൽക്കരി ഖനിയിലാണ്. കൽക്കരി ഖനിയുടെ ഉള്ളിലേക്ക് മുമ്പ് ആളെ കയറ്റിയിരുന്നു. ഇപ്പോൾ അത് കയറ്റുന്നില്ല എന്ന് പറഞ്ഞത്. അതിപ്പോൾ അന്ന് കയറ്റാത്തതാണോ അത് സ്ഥിരമായിട്ട് അവരത് വേണ്ടാന്ന് വെച്ചാൽ അപകട സാധ്യത മാനിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാണോ എന്ന് അറിയില്ല. അതെനിക്ക് മനസ്സിലായില്ല. ഗൈഡെന്തോ പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ പുറത്ത് പണ്ട് ഈ കൽക്കരി കൊണ്ടുപോയിരുന്ന ചെറിയ ട്രെയിൻ ഒക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിലിപ്പോഴും അതിന്റെ അവസാനത്തെ കൽക്കരി നിറച്ചതായി തന്നെ കിടപ്പുണ്ട്. പിന്നെ അതിന്റെ ബിൽഡിംഗ് പുറത്തുനിന്ന് കാണാം. അതൊരു മൗണ്ടന്റെ മുകളിലാണ്. അപ്പൊ പറയുന്ന അതിന്റെ ഉള്ളില് ഈ കൽക്കരി കുഴിച്ചെടുക്കുന്നത് അറിയാലോ. അതിന്റെ തുരങ്കം തുറന്നിട്ട് അങ്ങനെ കുഴിച്ച് കയറുക ചെയ്യാം. അപ്പൊ പല സ്ഥലത്തും നമ്മളിപ്പോ കാണാൻ അതിന്റെ ഉള്ളിൽ പോയിരുന്ന കാലത്ത് ആളുകളെ എഴിഞ്ഞ് അകത്ത് കയറണം. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടും അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് പിന്നീട് അത് നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് എന്തായാലും ആ ടണലിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. നമ്മൾ പുറത്തു നിന്ന് അതൊക്കെ കണ്ടു. അപ്പൊ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഗ്ലോബൽ സീഡ് വാൾട്ട്. ഗ്ലോബൽ സീഡ് വാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള നാഷണൽ സീഡ് വാൾട്ടുകൾ ഉണ്ടാവും. അതായത് സീഡ് ബാങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ തരം ട്രഡീഷണൽ വിത്തിനങ്ങളും സൂക്ഷിച്ച് അതിൻ്റെ സാമ്പിൾസ് സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ വലിയ തോതിൽ അത് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം. ഇന്ത്യക്ക് ലഡാക്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ലഡാക്കിലാണ് നമ്മുടെ ഈ തണുപ്പുള്ള സ്ഥലത്ത് വേണം ഇത് സൂക്ഷിക്കാൻ. -18 സൂക്ഷിക്കണം. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്താകുമ്പോൾ പിന്നെ അത് വീണ്ടും തണുപ്പിക്കുന്നതിന് കുറച്ച് സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇന്ത്യക്ക് ലഡാക്കിൽ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിനും അവരുടെ സീഡ് വാൾട്ടുകളുണ്ട്, നാഷണൽ സീഡ് വാൾട്ടുകളുണ്ട്. അത് എന്തെങ്കിലും കാരണവശാൽ ഒരു പ്രകൃതിക്ഷോഭം കൊണ്ടോ നിലവിലുള്ള പ്രചാരത്തിലുള്ള വിത്തിനങ്ങൾ നശിച്ചു പോവുകയോ എന്തെങ്കിലും യുദ്ധം ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ വിത്തിനങ്ങൾ നശിച്ചു പോവുകയോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളിൽ ഇല്ലാതാവുകയോ ചെയ്താൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ സീഡ് വാൾട്ട് ഉള്ളത്. അത് അവിടെ ഇരിക്കെ തന്നെ
എല്ലാ ലോക രാഷ്ട്രങ്ങളും ഒരു 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 അഡീഷണൽ ബാക്കപ്പ് പോലെ നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൽ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ അഡീഷണൽ ഹാർഡ് ഡിസ്കിൽ അതിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കുന്നത് പോലെ ഒരെണ്ണത്തിന് എന്തെങ്കിലും പറ്റിയാൽ മറ്റേത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് പോലെ ഈ ലോക രാജ്യങ്ങളുടെ ഒരു സീഡ് ബാങ്ക്, സീഡ് വാൾട്ട് ആണ് ഗ്ലോബൽ സീഡ് വാൾട്ട്. അത് ലോകത്ത് പല സ്ഥലങ്ങളിൽ അതുപോലെയുള്ള ഗ്ലോബൽ സീഡ് വാൾട്ടുകളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട സീഡ് വാൾട്ട് ഈ സ്വാൾബാഡിലുള്ള സീഡ് വാൾട്ടാണ്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പ്ലാറ്റോ മൗണ്ടൻ എന്ന് പറയുന്ന മൗണ്ടനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ദൂരെ ഈ സീഡ് വാൾട്ടിൻ്റെ എക്സ്റ്റീരിയർ കാണാം. പോകുന്ന വഴിക്ക് ഇടത് വശത്ത് ബ്രൗൺ കളറിൽ റസ്റ്റിക് ഒരു ഫീലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അത് ജനറേറ്ററാണ്. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ 9 ഡിഗ്രി സെൽഷ്യസ് 7 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ് അന്തരീക്ഷോഷ്മാവ്. അപ്പം അത് -18 ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ജനറേറ്ററിലെ കറണ്ട് ഉപയോഗിച്ചിട്ട് വേണം അത് -18 ആക്കാൻ. അപ്പോൾ ആ ജനറേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട അത് ചെക്ക് ചെയ്യാൻ ഒരാൾ അവിടെ വരും എന്നാണ് പറയുന്നത്. ലോകത്ത് മനുഷ്യനുണ്ടായ കാലം മുതൽ ലോകാവസാനത്തെ കുറിച്ചുള്ള അവന്റെ ഭയവും തുടങ്ങിയിട്ടുണ്ട്. ലോകം ആരംഭിച്ച കാലം മുതൽ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് മതങ്ങൾ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ മനുഷ്യനും ആറ്റം ബോംബുകളും ആണവ ആയുധങ്ങളും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അത് ക്ഷിപ്രസാധ്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ആണവായുധങ്ങൾ ഇനിയുണ്ടായാൽ ലോകത്ത് മനുഷ്യര് മുഴുവൻ ഇല്ലാതാവും. മനുഷ്യര് മുഴുവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ഇവിടെ ഒരു മനുഷ്യര് വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ, ജീവൻ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ അന്നത്തേക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ വിത്തിനങ്ങളാണ്. 2008 ഇത് ഓപ്പൺ ചെയ്ത് നോർവീജിയൻ ഗവൺമെന്റ് ആണ് അതിന് ഫണ്ട് ചെയ്തത്. പക്ഷെ ക്രോപ്പ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് അതിനെ കൊണ്ടു നടക്കുന്നത്, മാനേജ് ചെയ്യുന്നത് അവരാണ്. -18 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിനുള്ളിൽ ഈ വിത്തിനങ്ങൾ സൂക്ഷിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അവിടെ അവരുടെ വിത്തിനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു മൗണ്ടന്റെ ഉള്ളിലേക്ക് 130 മീറ്റേഴ്സ് ഉള്ളിലേക്ക് 130 മീറ്റേഴ്സ് അകത്തേക്ക് തുറന്ന് ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് പുറത്ത് നമുക്ക് അതിൻ്റെ ഒരു ഡോറും അത് കാണാം. പബ്ലിക്കിന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇതിനകത്ത് 1.2 മില്യൺ സീഡ് സാമ്പിൾസ് ഇതിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റോർ ഉണ്ട് ഇതിനകത്ത്. സൂക്ഷിക്കാൻ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതാത് രാജ്യങ്ങൾക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. വേറെ രാജ്യത്തിന് വന്നിട്ട് അമേരിക്കയ്ക്ക് വന്നിട്ട് ഇന്ത്യയുടെ സീഡോ, നോർവേക്ക് വന്നിട്ട് ഡെൻമാർക്കിന്റെ സീഡോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാത് രാജ്യത്തിന്റെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 2008 ഇത് സ്ഥാപിച്ചതിന് ശേഷം 2015 ആദ്യമായിട്ട് ഇത് ഉപയോഗത്തിൽ വന്നത്. സിറിയ എന്ന് പറയുന്ന രാജ്യമാണ് ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. 2015 സിറിയയുടെ നാഷണൽ സീഡ് വാൾട്ട് തകർക്കപ്പെട്ടു. അവിടെ സിറിയ അറിയാലോ, സിറിയയിൽ ഇപ്പോൾ ഒരുപാട് യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കണം. അവരുടെ സീഡ് വാൾട്ടുകൾ തകർക്കപ്പെട്ടപ്പോൾ അവർക്ക് അവരുടെ രാജ്യത്തിൻ്റെ ധാന്യങ്ങളുടെ സാമ്പിൾ സീഡ്സ് ഇത് തുറന്നിട്ട് എടുക്കേണ്ടി വന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് അവിടെ വീണ്ടും കൃഷി പുനഃസ്ഥാപിച്ചതൊക്കെ ആ സീഡ്സ് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ആ ഗതികേട് മറ്റാർക്കും വരാതിരിക്കട്ടെ. എന്തായാലും ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണ് എന്നുള്ളത് അന്ന് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇതിന് ഡൂംസ് ഡേ വാൾട്ട് എന്നാണ് പറയുന്നത്. ഡൂംസ് ഡേ വാൾട്ട് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ലോകത്ത് എവിടെ ഇപ്പോൾ ഭയങ്കര പ്രകൃതിക്ഷോഭങ്ങൾ, ഈ ആറ്റം ബോംബ് ആക്രമണങ്ങൾ ഒക്കെ സംഭവിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഈ ലോകം ബാക്കിയുണ്ടെങ്കിൽ, അത് കഴിഞ്ഞിട്ട് ഈ ലോകത്ത് കുറച്ച് മനുഷ്യർ ബാക്കിയുണ്ടെങ്കിൽ എല്ലാ കൃഷിയും സാധനങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ, ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ, കൃഷി ചെയ്യാൻ ഈ വാൾട്ടിൽ നിന്ന് ഈ ധാന്യങ്ങളുടെ വിത്തുകളുടെ സാമ്പിൾസ് കൊണ്ടുപോകും. ദൂരെ കാണുന്നത് കൽക്കരി ഖനിയാണ്. അവിടെ നിന്ന് ഇത് സ്വാൾബാഡ് എയർപോർട്ട്. മഞ്ഞുകാലത്ത് ഇതൊക്കെ മഞ്ഞ് മൂടി കിടക്കും. വേനൽക്കാലത്ത് ഇവിടെ നിന്ന് ഡെയിലി 7 വിമാനങ്ങളുണ്ട്. മഞ്ഞുകാലത്ത് 1-2 എണ്ണമേ ഉണ്ടാവുള്ളൂ. ഈ സ്വാൾബാഡ് എന്തുകൊണ്ട് ഈ സീഡ് വാൾട്ട് ഉണ്ടാക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്ന് ജിയോഗ്രഫിക്കലി സേഫാണ്. ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഓൾറെഡി വർഷം മുഴുവൻ തണുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്.
ഈ 18 ഡിഗ്രി -18 ഡിഗ്രിയിൽ ഇത് സൂക്ഷിക്കാൻ അപ്പോൾ ഒരുപാട് എനർജിയുടെ ആവശ്യമില്ല. പിന്നെ 130 മീറ്റേഴ്സ് എബോവ് സീ ലെവലാണ് ഇതുള്ളത്. പോളാർ ഐസ് മുഴുവൻ മെൽറ്റ് ചെയ്താലും ഇതിനൊന്നും സംഭവിക്കില്ല. നോഹയുടെ പേടകം എന്നും ഇതിനെ പറയാറുണ്ട്. നോഹ ബൈബിളിൽ നിന്നുള്ള ഒരു ക്യാരക്ടറാണ്. വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിന് മുമ്പ് നോഹയോട് യഹോവ ഭൂമിയിലുള്ള എല്ലാ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഇണകളെ ഓരോ ഇണകളെ ഈ ഒരു പേടകം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കയറ്റാനും എല്ലാ വിത്തിനങ്ങളും ശേഖരിക്കാനും പറയും. നോഹ അങ്ങനെ ഒരു പേടകം നിർമ്മിച്ച് അതിലേക്ക് ഈ എല്ലാ പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാത്തിലെയും ഇണകളെ ആ പേടകത്തിൽ കയറ്റുകയും അത് കഴിഞ്ഞ് 40 ദിവസം തുടർച്ചയായി മഴ പെയ്തു എന്നാണ്. ഈ പേടകം ഈ മഴയുടെ വെള്ളത്തിന് മീതെ ഒഴുകി കിടന്നു. ബാക്കി എല്ലാ ജീവജാലങ്ങളും ആ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോവുകയും 40 എത്രയോ ദിവസങ്ങൾക്ക് ശേഷം, അത് 6 മാസം മഴ പെയ്ത, എനിക്ക് ടൈം ഓർമ്മയില്ല, മഴ തീർന്ന് അവസാനം ഈ കപ്പലിൽ നിന്ന് പേടകത്തിൽ നിന്ന് പറന്നുപോയ ഒരു കാക്ക എവിടുന്നോ ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കൊണ്ട് തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത് കഥ. അപ്പോൾ അങ്ങനെ ആ നോഹയുടെ പേടകം വീണ്ടും വെള്ളം ഇറങ്ങി ഭൂമിയിൽ ഉറച്ചു. അതിലുള്ള എല്ലാ ജീവജാലങ്ങളും ഇണകളുമായി പുറത്തേക്ക് ഇറങ്ങി അവർ പെറ്റുപെരുകിയിട്ടാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളും ധാന്യങ്ങളും എല്ലാ വിത്തിനങ്ങളും എന്നാണ് കഥ. പക്ഷെ അങ്ങനെ ഒരവസ്ഥ ഭൂമിയിൽ വീണ്ടും ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു വാറൊക്കെ ആയിരിക്കും അതിന്റെ കാരണം, അല്ലെങ്കിൽ വല്ല ഉൽക്ക വന്ന് പതിച്ചിട്ടൊക്കെ ഉണ്ടാവുന്ന നാശത്തിന് ശേഷമുള്ള, അതിനാണ് ഡൂംസ് ഡേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഉണ്ടായാൽ ഈ വിത്തിനങ്ങൾ വീണ്ടും ഇവിടെ ഭൂമിയെ ഹരിതാപമാക്കും.